ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചില സമയങ്ങളിൽ ഇമ്മച്യൂറുമാണ്. അതുകൊണ്ട് തന്നെ ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു. മറ്റുള്ളവരെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 2, 3 അല്ലെങ്കിൽ 4, 5 ഒക്കെ തവണ നിങ്ങൾ നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാരണം ചില സമയങ്ങളിൽ ചില തീരുമാനങ്ങൾ തെറ്റായി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വഴക്കുകളിൽ പെട്ട് നിൽക്കുന്ന ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു സന്ദേശമുണ്ട്. അതുപോലെ നിങ്ങളുടെ ശരീരം, അതുപോലെ മനസ്സ് എല്ലാം നിങ്ങൾ നന്നായി നോക്കേണ്ടതുണ്ട്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ നോക്കേണ്ടത്, മറ്റാരും വന്ന് നിങ്ങളെ നോക്കില്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളെ, അതായത് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ കൂടുതൽ അടുപ്പം കാണിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ട് അത് നിങ്ങൾ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിയായ ദിശ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും അതിൽ നിങ്ങൾക്ക് വിജയം കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണുന്നു. നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന വ്യക്തികളാണെന്ന് കാണുന്നു. അത്രയും തരണം ചെയ്തു വന്ന നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഇവിടെ കിട്ടുന്നത്, ഓരോ കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ചുറ്റും നിരീക്ഷിച്ച് വേണം തീരുമാനം എടുക്കേണ്ടത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ പ്രതിസന്ധികൾ എന്തെങ്കിലുമൊക്കെ വഴക്കിന്റെ ഇടയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. തീരുമാനങ്ങൾ ചിന്തിച്ച് മാത്രം എടുക്കുക. നിങ്ങൾക്ക് വിജയം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശം വളരെ ന്യായമായിരുന്നു എന്ന് കാണുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകണം നിങ്ങൾക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടായതും. നിങ്ങൾക്ക് ചെറിയൊരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ ആ ഒരു ഈഗോ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ശരിയായിരുന്നല്ലോ, ഞാനൊന്നും തെറ്റായി പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അതുമല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിലോ അതിൽ നിങ്ങൾ നിരാശപ്പെട്ട് വിട്ടെറിഞ്ഞു പോകാനുള്ള ഒരു മനസ്സ് ചില ആൾക്കാരിൽ ഉള്ളതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്നുള്ള ഒരു മനസ്സ് ഇവിടെ കാണുന്നു. നിങ്ങളുടെ പെയിൻ അല്ലെങ്കിൽ വേദന ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമയം കടന്നു പോകുമെന്നുള്ളതാണ്. കാരണം കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ കൊടുക്കുക. എല്ലാം പഴയതുപോലെ ആകും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിഷമം എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുടെ എനർജി എനിക്കിവിടെ കാണുന്നുണ്ട്. ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ആരോ ബാക്കിൽ നിന്നും നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല, നിങ്ങൾക്കെതിരെ സംസാരിച്ചു, ഗോസിപ്പ് പറഞ്ഞു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് കാരണം ആ ഒരു കാരണം ഉണ്ടായതാണ്. അപ്പൊ അത് കാരണം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ചില ആൾക്കാരുടെ എനർജി എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരോ ചതിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്തത് കൊണ്ടോ സംഭവിച്ച ചില നഷ്ടങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് നടന്നു കഴിഞ്ഞു. ഇനി അത് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് മാത്രമായിരിക്കും തരുന്നത്. അത് നിങ്ങൾ വിട്ടുകളയുക, യൂണിവേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, നിങ്ങൾ സറണ്ടർ ചെയ്യുക.
നിങ്ങള് വളരെയധികം വേദനിച്ചതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്നാലും ചിലത് അങ്ങനെയാണ്. നിങ്ങളുടെ നല്ല നാളെയെ ഓർത്ത് സന്തോഷിക്കുക. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും നിങ്ങളെ സ്ട്രോങ് ആക്കി. ഒരു രാജാവിനെ പോലെയുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ് നിങ്ങളെന്ന് എനിക്കിവിടെ കാണുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ മണി ലോസ്, പൈസ നഷ്ടമായി, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നാളെ ഒരു സക്സസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ചില ബലഹീനതകൾ നിങ്ങൾ ഓവർകം ചെയ്തു എന്ന് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പല പാഠങ്ങളും പഠിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ വന്നതായി കാണുന്നു. നിങ്ങൾ സ്ട്രോങ് ആയി, അതുപോലെ നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കി അത് ഓവർകം ചെയ്തു. പലരും ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. നിങ്ങൾക്കിപ്പോൾ ഏത് സാഹചര്യവും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് വന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തോ ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഓവറായിട്ട് ഇമോഷണലി ഡിപ്പെൻഡ് ആയിരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആണ്, സ്ട്രോങ് ആണ് എന്ന് കാണുന്നു. അല്ലെങ്കിൽ എല്ലാവരെയും അമിതമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറി എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ചില ആളുകൾക്ക് അലസത അധികമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് മാറി എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. യൂണിവേഴ്സിന്റെ അനുഗ്രഹം കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോഴുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് കുറച്ച് അറ്റൻഷൻ അല്ലെങ്കിൽ സമയം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു രാജാവിനെ പോലെ നിങ്ങൾ ജീവിതത്തിൽ ഉയരും എന്നുള്ള ഒരു സന്ദേശം ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ സ്വയം എടുക്കും എന്ന് കാണുന്നു. അതിനുള്ള ഒരു ശക്തി, റൈറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മനസ്സിനുള്ള ഒരു ധൈര്യം എല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന പല ആൾക്കാരും, നിങ്ങളുടെ ചുറ്റും അസൂയപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ആ അസൂയ വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവരെക്കാൾ എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുമ്പോഴാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ വളരെയധികം ഉന്നതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പല പാഠങ്ങളും പഠിച്ച് വളരെയധികം സ്ട്രോങ് ആകുന്ന, അതായത് ഇമോഷണലി സ്ട്രോങ് ആകുന്ന നിങ്ങളെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. മുൻപ് മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കരയുന്ന, അല്ലെങ്കിൽ വളരെയധികം ദുഃഖിച്ച് മാനസികമായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങൾ ഇപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾ പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിച്ചു എന്നുള്ളത് എനിക്കിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരും സമയങ്ങളിൽ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എല്ലാവിധ വിജയങ്ങളും ലഭിക്കും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ അയക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത വരുന്നതായി കാണുന്നു. നിങ്ങൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുവകകൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. തെറ്റിദ്ധാരണകളെല്ലാം നിങ്ങൾക്കിടയിൽ ആരുമായിട്ടെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ കുടുംബവുമായിട്ട് മാനസികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ആഘോഷകരമായ മുഹൂർത്തങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം, കുടുംബ സമാധാനം എല്ലാം ഇനി വരുന്ന സമയങ്ങളിൽ ലഭിക്കുമെന്ന് കാണുന്നു. നിങ്ങൾ അനുഭവിച്ച
ജീവിച്ച നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ പാസ്റ്റ് അതെല്ലാം നിങ്ങൾ മറക്കും. നിങ്ങൾ സ്ട്രോങ് ആകും. നിങ്ങൾ വളരെ നല്ലൊരു ജീവിതം നയിക്കും. ഇപ്പോഴുള്ള എല്ലാ ദുഃഖങ്ങളും ഇനി വരുന്ന സമയത്തെ ഓർത്ത് നിങ്ങൾ വിട്ടുകളയും. ആരോഗ്യം നോക്കുക. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ നന്നായിട്ട് നോക്കുക. ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ലത് മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ അതിനെ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശത്രുക്കൾ പോലും മാറി നിന്ന് ലജ്ജിക്കും. അതുകൊണ്ട് തന്നെ സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.